എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത രണ്ട് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഒരു ഇഫ് വെച്ചിട്ടൊരു പ്രോഗ്രാമും എൽസിഫ് ലാഡർ വെച്ചൊരു പ്രോഗ്രാമും പിന്നെ എൽസിഫ് ലാഡറിനകത്ത് തന്നെ നമ്മൾ നെസ്റ്റഡ് ഇഫ് കൊടുത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെസ്റ്റഡ് ഇഫും കൂടെ ചേർത്തിട്ട് നമുക്കൊരു രണ്ട് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ലിൻ്റെ പ്രിപ്പറേഷനാണ്. പിന്നെ വരുന്നത് മറ്റേ ഒരു ക്ലോത്ത് ഷോറൂമിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, നമുക്ക് രണ്ടും ഒന്ന് ചെയ്തു നോക്കാം. പക്ഷേ അതിനകത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതെല്ലാം നോക്കി നല്ലപോലെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം സിമ്പിളായിട്ട് ഒരു ഇഫ് പറഞ്ഞല്ലേ, ഒരു ഇഫും പറഞ്ഞു, ഒരു എൽസിഫും പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കാൽക്കുലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ബില്ല് കാൽക്കുലേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബില്ല് കാൽക്കുലേഷനിൽ ഇവിടെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആദ്യത്തെ 100 യൂണിറ്റ്സിന് അല്ലേ, ആദ്യത്തെ 100 യൂണിറ്റ്സിന് 60 പൈസ, നെക്സ്റ്റ് 200 യൂണിറ്റ്സിന് 80 പൈസ, അത് കഴിഞ്ഞുള്ള 300 യൂണിറ്റ്സിന് 90 പൈസ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ വീണ്ടും അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് എന്താണ്, മിനിമം റുപ്പീസ് എത്ര വേണം, 50 വേണം. അഥവാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 30 ഒക്കെ ആണെങ്കിൽ അവർക്ക് എത്ര കൊടുക്കണം, 50 കൊടുക്കണം. അതുപോലെ ഗ്രേറ്റർ ദാൻ 300 വന്നു കഴിഞ്ഞാൽ ഒരു സർചാർജ് കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം, എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഒരു 350 ആണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ എന്താണ്, അതിന്റെ 350യുടെ ഒരു 15% കൂടെ എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിൽ റീഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, യൂസർ നെയിമും യൂണിറ്റ്സും റീഡ് ചെയ്തിട്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് ഓൾറെഡി. അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആദ്യം നമ്മൾ ക്യാരക്ടർ നെയിം അല്ലേ, ഒരു നെയിം പിന്നെ ക്യാരക്ടർ അറേയായിട്ട് ഡിക്ലെയർ ചെയ്തു. പിന്നെ കൺസ്യൂമർ നമ്പർ റീഡ് ചെയ്യാനുണ്ട്. യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തോന്നുന്നു എനിക്ക് കൺസ്യൂമർ നമ്പർ റീഡ് ചെയ്യാനുണ്ടോ ഡൗട്ട് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കൺസ്യൂമർ നമ്പർ റീഡ് ചെയ്തു, യൂണിറ്റ് റീഡ് ചെയ്തു, പിന്നെന്താണ് എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്താണ്, ഇപ്പൊ പൈസ വെച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കും അത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൺസ്യൂമർ നമ്പറും നെയിമും യൂണിറ്റും റീഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലെ. അതിനൊരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് പ്രിന്റ് എഫിൽ കൊടുത്തു. അത് കഴിഞ്ഞൊരു സ്കാനഫ് പറഞ്ഞിട്ട് അതിനകത്ത് എന്താ ചെയ്തേക്കുന്നത്, കൺസ്യൂമർ നമ്പർ ഇൻഡിജർ ആയതുകൊണ്ട് ആംപർസൻഡ് സിമ്പൽ ഇട്ടു. അതേ സമയത്ത് നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേ ആണ്. അപ്പൊ അവിടെ ക്യാരക്ടർ അറേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആംപർസൻഡ് സിമ്പൽ വേണ്ട. അത് കഴിഞ്ഞ് പിന്നെ വന്നേക്കുന്നത് എന്താണ്, യൂണിറ്റ്സ് അല്ലെ, എത്ര യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതും ഒരു ഇൻഡിജർ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ആംപർസൻഡ് സിമ്പൽ ഇട്ടു. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, യൂണിറ്റ് ലെസ് ദാൻ ഈക്വൽ ടു 100 ആണോ നോക്കി, ആണെങ്കിൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞ, യൂണിറ്റ് ഇൻറ്റു 0.66 അല്ലെ, അതായത് 60 പൈസ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത എന്താണ്, എൽസിഫ് കണ്ടീഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്, നെക്സ്റ്റ് 300-നാണ്. അപ്പൊ ആദ്യത്തെ 100-ന്റെ നമുക്ക് അതുപോലെ കിട്ടണം അല്ലെ. അപ്പൊ ആദ്യത്തെ 100-ന്റെ 60 പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് നമുക്ക് ആ 100 കഴിഞ്ഞ് എത്ര വരുന്നു, ഇപ്പൊ 150 ആണെങ്കിൽ ആദ്യത്തെ 100-ന് 60 പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞുള്ള 50-ക്ക് എന്ത് ചെയ്യണം, പിന്നെ 80 പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. 0.6 into 100 പ്ലസ് യൂണിറ്റ് മൈനസ് 100 അല്ലേ. അപ്പൊ നമുക്ക് ആ 50 ഇവിടെ കിട്ടി, ഇൻറ്റു എത്രയാണ്, 80 പൈസ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോ നെക്സ്റ്റ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം അവിടെ കാൽക്കുലേഷൻ കൊടുക്കാൻ. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, അടുത്ത ഇത് രണ്ടും അല്ലെങ്കിൽ ഇതിൽ എബോവ് ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞു, ആദ്യത്തെ 100-ന് 60 പൈസ വെച്ച്, അടുത്ത 200-ന് എത്ര വെച്ച്, 80 പൈസ വെച്ച്, പിന്നെ ഉള്ള റിമൈനിങ്ങിന് അതായത് 300 മൈനസ് ചെയ്യണം. നമ്മൾ റീഡ് ചെയ്ത നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് സപ്പോസ് 350 ആണെങ്കിൽ ആ 50-ക്ക് വേണം 90 പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെന്താ വരുന്നത്, ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 50 ആണെങ്കിൽ എത്ര കൊടുക്കണം, 50 നമുക്ക് കൊടുക്കണം. മനസ്സിലായോ? അതുപോലെ ഗ്രേറ്റർ ദാൻ 300 ആണെങ്കിലും എന്ത് പറയാം, ഗ്രേറ്റർ ദാൻ 300 ആണെങ്കിൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു ഇപ്പോഴത്തെ എമൗണ്ട് പ്ലസ് എന്ത് പറഞ്ഞു, എമൗണ്ടിന്റെ 15% അല്ലെ, എമൗണ്ട് പ്ലസ് എമൗണ്ട് ഇൻറ്റു 15 ഡിവൈഡ് ബൈ 100 അല്ലെ. അപ്പൊ ആ ഒരു സർചാർജിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു അല്ലെ. എന്നിട്ട് ഞാനിപ്പോ ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് പ്രിന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. കൺസ്യൂമർ നമ്പർ കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒരു പ്രിന്റ് എഫ് കൊടുക്കുന്ന സമയത്ത് ഓരോ പ്രിന്റ് എഫിനും മുമ്പിലായിട്ട് എന്ത് കൊടുക്കണം, ന്യൂ ലൈൻ കൊടുക്കണം അല്ലെ. ഓരോ പ്രിന്റ് എഫിനും മുന്നിലായിട്ട് ന്യൂ ലൈൻ കൊടുക്കണം, /n കൊടുക്കുക. അതുപോലെ
ഓരോ ന്യൂ ലൈനിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ കോളനൊക്കെ കണ്ടോ കറക്റ്റ് ലെവലിൽ വരുന്ന രീതിയിൽ നമ്മൾ അതിൽ അത്രയും സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് വേരിയബിൾ പിന്നെ നെയിം അവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ച് കാണിച്ചു. കണ്ടോ? അപ്പൊ ഇതുപോലെ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് പ്രിന്റിങ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? കൺസ്യൂമർ നമ്പർ ഞാനിപ്പോൾ കൊടുത്തിരിക്കുകയാണ് 111 എന്ന് കൊടുത്തു, നെയിം കൊടുത്തു, ശ്രീ എന്ന് കൊടുത്തു അല്ലേ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? യൂണിറ്റ് കൺസ്യൂംഡ് അല്ലേ. അത് ഞാനിപ്പോൾ ഒരു 250 കൊടുക്കാൻ നോക്കി. 250 കണ്ടോ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ കൊടുത്ത 250 എന്ന് പറയുമ്പോൾ എത്രയാണ്? രണ്ടാമത്തെ എൽസ് ഇഫിലാണ് കയറുന്നത് അല്ലേ. ഫസ്റ്റ് ഇഫിൽ കയറില്ല. കാരണം ആദ്യത്തെ ഇഫിൽ എന്ന് പറഞ്ഞാൽ ബിലോ 100 ആണ്. അടുത്ത ഇഫ് എന്ന് പറയുന്നത് എത്രയാണ്? 100നേക്കാളും കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് എൽസിഫിൽ വരുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ അവിടെ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നോർമലി ചില ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ലെസ് ദാൻ 100 ആൻഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 300 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ലെസ് ദാൻ 100 ആണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ എൽസിഫിലോട്ട് അത് വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അതിനകത്ത് കയറിയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ എന്താണോ അത് വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നോക്കിയേ. യൂണിറ്റ് ലെസ് ദാൻ അല്ലെ. ഇവിടെ യൂണിറ്റ് ലെസ് ദാൻ 100 അല്ലെ. ലെസ് ദാൻ 100 ആണെങ്കിൽ ഇവിടെ നിൽക്കുള്ളൂ. മനസ്സിലായോ? ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ആൻഡ് ഓപ്പറേറ്റർ ഇട്ടിട്ട് ലെസ് ദാൻ 100 ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിലാണ് എൽസിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ കണ്ടീഷൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ കണ്ടീഷൻ കൊടുക്കാം, ഗ്രേറ്റർ ദാൻ 300 എന്ന് കൊടുക്കാം. പക്ഷേ ഗ്രേറ്റർ ദാൻ 300 ആണെങ്കിലേ ഈ എൽസിൽ വരുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഇവിടെ അല്ലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് ഇവിടെ അവോയ്ഡ് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയതുകൊണ്ട് അത് വലിയ കോംപ്ലിക്കേഷൻ അവിടെ വരുന്നില്ല. പക്ഷെ വലിയ പ്രോഗ്രാമിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അത് നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇതാണ്. അതുപോലെ നമുക്ക് ഇഫ് എഴുതിയപ്പോ കണ്ടോ ഓരോ സ്റ്റെപ്പും അകത്തോട്ട് ഇൻഡന്റ് ചെയ്ത് എഴുതിയേക്കുന്നുണ്ടോ. ഇവിടെ ഇപ്പം ഒരു സിംഗിൾ സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് കൊടുക്കാത്ത, കേളി ബ്രാക്കറ്റ്സ് കൊടുക്കാത്ത. മോർ ദാൻ 1 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മസ്റ്റ് ആയിട്ടും എന്ത് കൊടുത്തിരിക്കണം? കേളി ബ്രാക്കറ്റ്സ് കൊടുത്തിരിക്കണം. അപ്പൊ ഈ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ AMD എന്നുള്ളതും കൂടെ നമുക്ക് അകത്തോട്ട് ഇൻഡന്റ് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ ഒരു കാണുമ്പോൾ തന്നെ ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കും. ഓരോ ഇഫിനകത്തും ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇഫ് എൽസിഫിലൊന്നും നമ്മൾ സെമിക്കോളൻ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചോണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോത്ത് ഷോറൂമിന്റെ ആണ് അല്ലെ. കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ വരുന്നതാണ്. അതായത് എൽസിഫിനകത്ത് തന്നെ വീണ്ടും വീണ്ടും ഇഫ് കൊടുക്കണം അല്ലെ. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ, അതായത് പർച്ചേസ് എമൗണ്ടിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ എമൗണ്ടിനകത്ത് തന്നെ മിൽക്ക് ക്ലോത്തും ഹാൻഡ്ലൂം ക്ലോത്തും ആണോ എന്ന് സെപ്പറേറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ റീഡ് ചെയ്യുന്ന എന്താണ്? കൺസ്യൂമർ നെയിമും എമൗണ്ടും റീഡ് ചെയ്തിട്ട് ഡിസ്കൗണ്ടും നെറ്റ് എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ബിലോ 100 ആണെങ്കിൽ അതിലും മിൽക്ക് ക്ലോത്ത് ആണെങ്കിൽ എത്രയാണ്, ഹാൻഡ്ലൂം ക്ലോത്ത് ആണെങ്കിൽ എത്രയാണ് എന്നുള്ളത് നമ്മളവിടെ ഓരോന്നിനും കണ്ടീഷൻ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിൽ നിന്ന് നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതൊക്കെ ഞാൻ നോക്കാം. ഓക്കെ. ഇപ്പൊ നമുക്ക് ആ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നെയിം ഒരു ക്യാരക്ടർ അറേ ആയിട്ടും ടൈപ്പ് ഒരു ക്യാരക്ടറിന്റെ സിംഗിൾ വേരിയബിൾ ആയിട്ട്, അതായത് ഹാൻഡ്ലൂം ക്ലോത്ത് അല്ലെങ്കിൽ മിൽക്ക് ക്ലോത്ത് അല്ലേ. അപ്പൊ അത് നമ്മളൊരു ക്യാരക്ടറിന്റെ സിംഗിൾ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എമൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, നെറ്റ് എമൗണ്ട് ഉണ്ട് അല്ലേ. ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഉള്ള ഒരു ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത ഒരു എമൗണ്ട് ആണ് നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇവിടെ ആദ്യം നമ്മൾ കണ്ടോ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലോത്തിന്റെ ടൈപ്പാണ് ഞാൻ റീഡ് ചെയ്തിരിക്കുന്നത്. നെയിമും എമൗണ്ട് അത് കഴിഞ്ഞാൽ റീഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ സ്കാനഫ് വെച്ചിട്ടല്ല റീഡ് ചെയ്തത്. എന്താ കാരണം? ഈ ഗെറ്റ് കാർ വെച്ചാണ് റീഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഗെറ്റ് കാർ ഫംഗ്ഷൻ വെച്ചിട്ട്. അപ്പൊ ഈ ഗെറ്റ് കാർ ഫംഗ്ഷൻ വെച്ച് എന്തുകൊണ്ട് അവിടെ റീഡ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഒറ്റ ലൈനായിട്ട് ഒരു സ്കാനഫ് കൊടുക്കുവാന്ന് വെക്കൂ. സ്കാനഫിനകത്ത് പെർസെന്റേജ് C, പെർസെന്റേജ് F എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീഡ് ചെയ്യാം അല്ലെ. നോർമലി അങ്ങനെ ചെയ്യാം.
അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് എസിനും പെർസെന്റേജ് എഫിനും ഒക്കെ പെർസെന്റേജ് സിയെക്കാളും പ്രിഫറൻസ് കൂടുതലാണ്. അപ്പൊ ഈ പെർസെന്റേജ് സി എന്നുള്ള റീഡ് ചെയ്യില്ല, സ്കിപ്പ് ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് പ്രാക്ടിക്കലി ഉള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. നോർമലി നമ്മൾ തിയറി പോർഷൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് പെർസെന്റേജ് സി നമുക്ക് അവിടെ റീഡ് ചെയ്യാനൊക്കെ ഇല്ല, അത് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇത് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ക്യാരക്ടർ ടൈപ്പ് വേരിയബിളിനെ ഗെറ്റ് കാർ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ അത് ഗെറ്റ് കാർ യൂസ് ചെയ്തിട്ട് ടൈപ്പ് റീഡ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് നെയിം റീഡ് ചെയ്യുന്നു. നെയിമിന് നമുക്ക് അറേ ആയതുകൊണ്ട് എന്ത് വേണ്ട, ആംപർസൻഡ് സിമ്പിൾ വേണ്ട. അതുപോലെ അടുത്തെന്ന് പറഞ്ഞാൽ സ്കാൻഎഫ് ഏതാണ്, എമൗണ്ട് ഉണ്ടല്ലേ, എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്, ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ആംപർസൻഡ് സിമ്പിൾ വേണം. ഇവിടെ അടുത്ത കണ്ടോ, ഇവിടെ AMT ലെസ് ദാൻ 100 ആണോ നോക്കി. അപ്പൊ ഓരോ ബ്ലോക്കിലും നമുക്ക് എന്താ ചെയ്തിരിക്കുന്നത്, ഓരോ ബ്ലോക്കിലും നമുക്ക് ഇന്നറായിട്ട് ഇഫ് കൊടുക്കുകയാണ് അല്ലേ, അത് നെസ്റ്റഡ് ഇഫ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം ഓരോ ബ്ലോക്കിലും നമ്മൾ ഇതാ ഓരോ ഇഫിനകത്തും ഇന്നറായിട്ട് ഒരു നെസ്റ്റഡ് ഇഫ് കൊടുത്തിരിക്കുക അല്ലെ. ടൈപ്പ് ഈക്വൽ ടു എം ആണോ നോക്കി, ആണെങ്കിൽ എന്താണ്, ഡിസ്കൗണ്ട് ഈക്വൽ ടു 0. അവിടെ അങ്ങനെയാണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്. അമ്മ ലെസ് ദാൻ 100ഉം ലെസ് ദാൻ ഈക്വൽ ടു 100ഉം മിൽക്ക് ക്ലോത്തും ആണെങ്കിൽ ഡിസ്കൗണ്ട് ഇല്ല, ഡിസ്കൗണ്ട് 0 ആക്കി അല്ലെ. അടുത്ത എന്താ വന്നിരിക്കുന്നത്, ഡിസ്കൗണ്ട് ഈക്വൽ ടു എമൗണ്ട്, നമ്മൾ റീഡ് ചെയ്ത എമൗണ്ട് ഇൻറ്റു എത്രയാ, അതിന്റെ 5% ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ, 5/100. ഓക്കെ, അടുത്തത് വീണ്ടും 200 ബിലോ ആണോ നോക്കി. അപ്പൊ ഇവിടെയും ഈ നേരത്തെ പറഞ്ഞ പോലെയാണ് പിന്നെ കണ്ടീഷൻ അല്ലേ, നമ്മൾ രണ്ട് കണ്ടീഷൻ കൊടുക്കണം എന്നില്ല അല്ലെ, ഗ്രേറ്റർ ദാൻ 100 ആൻഡ് ലെസ് ദാൻ 200 എന്ന് കൊടുക്കണം എന്നില്ല. എന്തുകൊണ്ടാണ്, ഇവിടെ എൽസിഫ് ലാഡർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എൽസിഫ് ലാഡർ യൂസ് ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ 100 ആണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഇഫിലോട്ട് വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷന്റെ ഈ AMT ഈ രണ്ടാമത്തെ ഈ പോർഷനിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ലെസ് ദാൻ 100 ആൻഡ് ഗ്രേറ്റർ ദാൻ 100 ആൻഡ് ലെസ് ദാൻ 200 എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ഷെ ശരിയായിട്ട് അതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെയും എന്താണ്, മിൽക്ക് ക്ലോത്ത് ആണോ ഹാൻഡ്ലൂം ക്ലോത്ത് ആണോ എന്ന് ചെക്ക് ചെയ്തു. മിൽക്ക് ക്ലോത്ത് ആണെങ്കിൽ 5% വെച്ച് ഡിസ്കൗണ്ടും, ഹാൻഡ്ലൂം ക്ലോത്ത് ആണെങ്കിൽ 7.5% വെച്ചിട്ട് ഡിസ്കൗണ്ടും കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. വീണ്ടും അടുത്ത ഇഫിൽ വന്നു. അടുത്ത ഇഫിൽ വരുമ്പോൾ എന്താ ചെയ്ത, വീണ്ടും അവിടെയും അത് തന്നെ അല്ലേ, ലെസ് ദാൻ 300 ആണോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഗ്രേറ്റർ ദാൻ 200 എന്നുള്ള കണ്ടീഷൻ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, അത് വേണമെന്നില്ല. അപ്പം അവിടെ അതാണ് ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്തു കണ്ടോ. അപ്പൊ ഓരോ ബ്ലോക്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഈ ബ്ലോക്ക് ഇട്ടില്ലെങ്കിലും ശരിയായിട്ട് പ്രോബ്ലം ഇല്ല. ഞാനിപ്പം അതുകൊണ്ടാണ് നേരത്തെ ചെയ്തു വെച്ചിട്ട് ആ ബ്ലോക്ക് ഇടാതെ പോയത്. അതുകൊണ്ടാണ്, കാരണം വെച്ചാൽ അതും ഇഫ് അല്ലേ, ആ ഇഫും ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കും, എൽസും ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ബ്ലോക്ക് ഇല്ലെങ്കിലും ഈ രണ്ട് ബ്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യും. ഓക്കെ, എന്നാലും നമുക്ക് ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാനിപ്പോ രണ്ടാമത് ആ ബ്ലോക്ക് ഇട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടൈപ്പ് ഇവിടെ എം ആണെങ്കിൽ എത്രയാണ്, 10% വെച്ചും, ഹാൻഡ്ലൂം ആണെങ്കിൽ എം അല്ലെങ്കിൽ എന്ന് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ, ഹാൻഡ്ലൂം എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പ്രോഗ്രാമിൽ രണ്ട് കണ്ടീഷനേ ഉള്ളൂ, മിൽക്ക് ക്ലോത്തും ഹാൻഡ്ലൂം ക്ലോത്തും. അപ്പൊ മിൽക്ക് ക്ലോത്ത് അല്ലെങ്കിൽ ഹാൻഡ്ലൂം ക്ലോത്ത് എന്നുള്ള അസംഷനിലാണ് ചെയ്തേക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ എൽസിഫിലും കണ്ടീഷൻ ഇടണം, ടൈപ്പ് ഈക്വൽ ടു ഹാൻഡ്ലൂം ക്ലോത്ത് ആണോ എന്ന് നോക്കണം. മനസ്സിലായോ? ഇവിടെ രണ്ട് കണ്ടീഷൻ മാത്രം ഉള്ളതുകൊണ്ട് ഈ മിൽക്ക് ക്ലോത്ത് അല്ലെങ്കിൽ ഹാൻഡ്ലൂം ക്ലോത്ത് എന്നുള്ളത് ചെക്ക് ചെയ്ത് പോയിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് മൈനസ് ഡിസ്കൗണ്ട് ആണ് നമ്മുടെ പിന്നെ നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതെല്ലാം നമ്മളൊരു ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഈ ഫോർമാറ്റ് നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ആദ്യം എന്താണ്, ടൈപ്പ് ആണ് പറയുന്നത് അല്ലേ. ഞാനിപ്പോ മിൽക്ക് ക്ലോത്ത് എന്ന് കൊടുത്തു, എം എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞേക്കുന്ന നെയിം ആണ്, ഞാൻ ശ്രീ എന്ന് കൊടുത്തു. പിന്നീട് എന്താ ഉള്ളേ, എമൗണ്ട് ഉണ്ടല്ലേ. എമൗണ്ട് ഇപ്പം ഞാനിപ്പോ 250 എന്ന് കൊടുക്കുകയാണ്. കണ്ടോ, എമൗണ്ട് 250 ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള എന്ത് വന്നു, ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഓക്കെ അല്ലേ?
അപ്പോൾ ഇത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നെന്ന് പറഞ്ഞാൽ നോർമൽ എൽസിഫ് വെച്ചിട്ടും മറ്റേതാണെങ്കിൽ നെസ്റ്റഡ് ഇഫ് വെച്ചിട്ടും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. എൽസിഫിനകത്ത് തന്നെ നെസ്റ്റഡ് ഇഫ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് ചെയ്ത 2 പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം കാണാം.